ഇന്നു ഞാനീ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാൻ. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാനത്രമേൽ സ്നേഹിച്ചു നിന്നെ. കരയുന്നതാരുമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ടു മറയ്ക്കവേ. കരയുന്നതാരുമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ടു മറയ്ക്കവേ. കുരിശിൻ്റെ പൂഞ്ചിറ കേറി വന്നമ്മ സ്നേഹത്തൂവാല നീട്ടി. വേച്ചു വീഴാതെ താങ്ങേകുന്ന കൃപയുടെ വേലിക്കെട്ടാണു സ്ലീവാ. ഇന്ന് നറുകയിൽ പൊന്നുമ്മ തന്നുകൊണ്ടമ്മ സ്വർഗീയ ജ്ഞാനമേകി. ഈശോയെ നിന്റെ മാതാവിനെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു. മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. അമ്മേ മാതാവേ, ഇന്നു ഞാനീ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാൻ. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാനത്രമേൽ സ്നേഹിച്ചു നിന്നെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നേ ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. കർത്താവിൻ്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതുമയുള്ളതാണ്. ഓ സ്നേഹ ഈശോയെ, ഇന്നേ ദിവസം പുതുമയുള്ള സ്നേഹം കൊണ്ട് അവിടുന്ന് ഞങ്ങളെല്ലാവരെയും നിറച്ചു. അതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്നും നിത്യസഹായമായി ഞങ്ങളുടെ കൂടെയുള്ള അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കുരിശുമരണത്തിന് തൊട്ടു മുൻപ് ഈശോ യോഹന്നാൻ സ്ലീഹായ്ക്ക് ഒരു സമ്മാനം കൊടുത്തു. ചെറിയ സമ്മാനമല്ല, ഒരു വലിയ സമ്മാനം. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് യോഹന്നാൻ സ്ലീഹായ്ക്ക് കൊടുത്തു. യോഹന്നാൻ സ്ലീഹായ്ക്ക് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കുമൊക്കെ സ്വന്തം അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ തന്നു. സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ അമ്മ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒത്തിരി ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടി. പരിശുദ്ധ അമ്മയെപ്പോലെ ഒത്തിരി ആത്മാക്കളെ നേടിയ, ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കുടുംബത്തിൻ്റെ സൂപ്പർ ഹീറോ മാത്യു സാറ് ഒരു മികച്ച അധ്യാപകനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, പ്രോ ലൈഫാണ്, അതുപോലെ തന്നെ ജീസസ് യൂത്ത് ആണ്. അങ്ങനെ 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 ഒത്തിരി വിശേഷണങ്ങളുള്ള ഒരാളാണ്. നമുക്ക് ഈ കുടുംബത്തെ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താവോ? പിന്നെന്താ, ആദ്യം ഞങ്ങളുടെ പുന്നാര അമ്മച്ചിയാണ്, പേര് എൽസമ്മ കുര്യാക്കോസ്. അപ്പം ഞങ്ങൾ 4 പേരാണ്. 4 പേരെയും മിടുക്കരായിട്ട് വളർത്തിയതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിക്കാണ്. ഇനി ഇത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാൻ സ്നേഹപൂർവ്വം അമ്മു എന്നാണ് വിളിക്കുന്നത്.
പേര് ആഷ്ലി ടെസ് ജോൺ. ഇവിടെ അടുത്ത് ചേർപ്പങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. എൻ്റെ എല്ലാ വിജയങ്ങളുടെയും പിന്നിലെ സ്ത്രീശക്തി എന്ന് പറയുന്നത് അമ്മുവാണ്. ഇനി 5 മക്കളെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇതിൽ മൂത്ത മോളാണ് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ട്രോഫി എന്ന് ഞങ്ങൾ പറയും. പേര് കൃപ മാത്യു. അവൾ NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ PG ലിറ്ററേച്ചറായിരുന്നു എടുത്തിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തു, ഡിസ്റ്റൻഷനോടെ പാസ്സായി. ഇപ്പോൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. എനിക്കൊന്ന് ബാക്കിയുള്ളവരെയൊക്കെ അവൾ തന്നെ പരിചയപ്പെടുത്തിട്ടെ. ഇത് എൻ്റെ നേരെ താഴെയുള്ള അനിയത്തി ഹൃദ്യ. അവൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അത് കഴിഞ്ഞുള്ള അനിയത്തി ശ്രേയ, അവൾ +2 പഠിക്കുന്നത്. അത് ശേഷം ജോഷ്, അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏറ്റവും ചെറുത് സേറ, അവൾ 4ലാണ് പഠിക്കുന്നത്. ഒരു സൂപ്പർ ഫാമിലി അല്ലേ? ഈ കഴിഞ്ഞ 2 വർഷക്കാലം ജീസസ് യൂത്തിൻ്റെ കൂടെ സാറിനെ ഒത്തിരി അടുത്ത് പരിചയപ്പെടാനും മനസ്സിലാക്കാനും സാറിൻ്റെ സെഷനുകൾ കൂടാനും ഒക്കെ ഒത്തിരി ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. നമുക്കറിയാവുന്നതുപോലെ ഈ വർഷത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും അതുപോലെ KCBCയുടെ അവാർഡും ഒക്കെ സാറിനായിരുന്നു. അപ്പം നമുക്ക് ഈ മെയ് 31 സാറ് ജസ്റ്റ് റിട്ടയർ ആയതേ ഉള്ളൂ. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം, ഇനിയുള്ള സാറിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണ്, പ്ലാനുകൾ എന്തൊക്കെയാണ്, സാറിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സാറിനോട് തന്നെ ചോദിക്കാം. ഓക്കെ ദീപ്തി, അപ്പോൾ ജസ്റ്റ് മെയ് 31 റിട്ടയർ ആയതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു അവസ്ഥ നമുക്ക് ദൈവം തന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു സെൻറ്റർ പാലായിലുണ്ട്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. അപ്പോൾ അവിടെ 3 ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 4 ദിവസം ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പരിസ്ഥിതി പ്രവർത്തനം, അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. അപ്പം കുറച്ച് വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു ആക്ടിവിറ്റീസും മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോ ലൈഫ് സമിതിയുടെ രൂപ പ്രസിഡൻ്റാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി പോകും. അപ്പോൾ ഒരു റിട്ടയർ ആയി എന്നുള്ളൊരു ഫീലിങ്സ് എനിക്കില്ല. ഞങ്ങൾക്ക് മനസ്സിലായി സാറിൻ്റെ ഈ യാത്രയിൽ സാറിൻ്റെ വലകൈയും ഇടങ്കൈയും ഒക്കെ ടീച്ചറാണ്. അപ്പോൾ സാറിൻ്റെ ഈ യാത്രയിൽ ടീച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സാറെപ്പോഴും അധ്യാപകനായിരുന്ന സമയത്തും പ്രിൻസിപ്പളായിരുന്നപ്പോഴും ഇപ്പോഴും എല്ലാം സാറിന് കുറേയേറെ പാഷൻസ് ഉണ്ട്. ഒന്നാമത് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പഠിപ്പിന് തന്നെ ഒരു പാഷനാണ്. വൈകുന്നേരം കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ഇരിക്കുക, അവരുടെ വീടുകളിൽ പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിൽ പോകുക, അവരെ സന്ദർശിക്കുക, എക്സ്ട്രാ ക്ലാസ് എടുത്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാർ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ കാര്യത്തിന് വരുന്ന കുറവ്, കുഞ്ഞുങ്ങളുടെ പഠിപ്പീര് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ മുഴുവൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ വീട് നോക്കുന്നതും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ കെയർ ചെയ്യുന്ന ഡ്യൂട്ടി എല്ലാം നമുക്കാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഡബിൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ടേസ്റ്റുകൾ എല്ലാ കാര്യത്തിലും ഓൾമോസ്റ്റ് സെയിമാണ്. അതുകൊണ്ട് ഒട്ടും അധികമൊന്നും ക്ലാഷ് വരാറില്ല. ഇപ്പം നമ്മളൊരു കലാപരമായിട്ടാണേലും സാഹിത്യപരമായിട്ടാണേലും നമ്മൾ വീട് പണിത് ഞങ്ങൾ 2 കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വരച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി സമാനതകളുള്ളതുകൊണ്ട് ഭയങ്കര ഒരു രസമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും ഒത്തിരി കാര്യങ്ങളിൽ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പാലാരൂപതയുടെ വിവാഹമൊരുക്ക കോഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു മഹത്വത്തെ പറ്റിയാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും കൊണ്ടുപോകും, ഇവരെല്ലാം സ്റ്റേജിലിരിക്കും. ഞങ്ങൾ 2 പേരും കുറച്ച് നമ്മുടെ ഒരു അനുഭവങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇവർ ഒത്തിരി സന്തോഷം നിറയ്ക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോടൊന്ന് ഷെയർ ചെയ്യും, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സന്തോഷവും സങ്കടവും, ഇടയ്ക്കൊക്കെ ദേഷ്യം വരും, പിണങ്ങും, എന്നാലും അത് നേരം നീണ്ടു നിൽക്കുകയില്ല. വൈകുന്നേരത്തിന് മുമ്പ് ആ ദേഷ്യമൊക്കെ തീർത്ത് വീണ്ടും ഞങ്ങൾ സന്തോഷത്തിൽ ഒരുമിച്ചിട്ട് തന്നെയാണ് വൈകിട്ട് കിടക്കാൻ പോവാറ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അങ്ങ് പോകും. സാറിന് ഒത്തിരി തിരക്കുകളുണ്ട്. ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കുറേ സെഷൻ എടുക്കാൻ ഒത്തിരി പോകുന്നതും അതുപോലെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഇരിക്കുന്നതൊക്കെ. അപ്പം സാർ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വീട്ടിലേക്ക് ഇനി പിള്ളേർക്ക് സമയം കിട്ടാതെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടോ? പരാതി ഉണ്ടോ? പപ്പായ നിങ്ങൾ പപ്പാന്നാണോ വിളിക്കുന്നത്? പപ്പായെ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ? ഉണ്ട്.
ബാക്കി അത് ഈശോ നിരത്തിക്കോളും. പപ്പയെ കിട്ടുന്നില്ല, എന്നാലും നിങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ലല്ലോ. അത്യാവശ്യം എല്ലാ കാര്യവും നിങ്ങൾ തന്നെ മാനേജ് ചെയ്യാൻ പഠിച്ചു. ഇവർ 5 പേരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അത്ര ഇങ്ങോട്ട് അവർക്കത് ഏകാന്തത ഒന്നും ഫീൽ ചെയ്യാലോ, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇളയ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ കെയർ ചെയ്യാനൊക്കെ ചേച്ചിമാരുണ്ട്. എല്ലാ കാര്യത്തിലും അവർ ചേച്ചിമാരെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ചേച്ചിമാർ, പിന്നെ ഇവർ 3 പേരും ഏകദേശം സമപ്രായക്കാരാണല്ലോ. ഇവര് ഭയങ്കര ഒരു എന്നാ പറയുന്നത് ജോളി ടൈപ്പാണ് 3 പേരും. അവരെല്ലാവരും കൂടെ ഇവിടെ മേളിച്ച് നടക്കും. അപ്പോൾ കുഞ്ഞുങ്ങളും അവരുടെ കൂടെ കൂടി അങ്ങ് പൊക്കോളും. അവർക്ക് അങ്ങനെ ഒരു ഇല്ലാത്തതുകൊണ്ടുള്ളൊരു മിസ്സിങ്. ഇപ്പം ഞാനാണെങ്കിൽ പോലും വൈകുന്നേരം താമസിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമൊന്നുമില്ല. കാരണം അവരുടെ ഒരു ലോകം ഉണ്ടല്ലോ, അവർ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ലോകമുണ്ട്. അതിലും പപ്പായും അമ്മയും എപ്പോഴും വേണം എന്നവർക്ക് നിർബന്ധമില്ല, ചേച്ചിമാരുള്ളതുകൊണ്ട്. പിന്നെ ഉള്ള സമയങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്ന ഒരു പ്രോഗ്രാമുണ്ട് ഈ ഫാമിലി അപ്പസ്റ്റോലിറ്റിയിൽ, ഈ പ്രീ മാരേജ് കോഴ്സ്. അപ്പം ഇപ്പം അമ്മോദിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം അതിൽ ഇവരും പാർട്ടിസിപ്പൻസ് ആണ്. അപ്പം ആ സമയമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാണ്. പപ്പായ്ക്ക് ഈ അവാർഡ് കിട്ടിയ സമയത്ത്, അതായത് ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ സമയത്ത് നിങ്ങൾക്കത് വലിയ അഭിമാനവും പിള്ളേരുടെ അടുത്തൊക്കെ ഒരു എന്തായിരുന്നു ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? പപ്പയ്ക്ക് തിരക്കുള്ളതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ വീട്ടിൽ പപ്പ പല സമയത്ത് ഒത്തിരി രാത്രി ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഞങ്ങളൊക്കെ കിടക്കാറാകുമ്പോഴത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഈവൻ കൊറോണയുടെ സമയത്തായിരുന്നപ്പോഴും പപ്പ ഇങ്ങനെ പല വീടുകളിൽ ചെന്ന് സന്ദർശിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു എല്ലാവരും അവധിയെടുത്ത് വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്, പക്ഷെ പപ്പ ആ സമയത്തും പുറത്താണല്ലോ എന്നുള്ളത്. പക്ഷേ പപ്പ അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ആണ് ബെസ്റ്റ് ടീച്ചറായിട്ടുള്ള അവാർഡിൽ എണ്ണപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കാതെ മറ്റുള്ളവർക്ക് അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പപ്പ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ള ഒരു അവാർഡാണ് ആ കിട്ടിയിരിക്കുന്നത്. ഇന്ന് വന്ന സമയത്ത് തൊട്ട് നമ്മൾ കാണുന്നുണ്ട് പപ്പായുടെ പിള്ളേർക്കുള്ള ഒത്തിരി ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലത്തെ ഒരു ഫീലാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പപ്പ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതെ, പപ്പ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു വചനം പഠിക്കും കാറിയിരുന്ന്, ഞങ്ങൾ 3 പേരും. അത് പപ്പ കാരണം സ്റ്റാർട്ട് ചെയ്താൽ അത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഒരു പുതിയ വചനം എല്ലാ ദിവസവും പഠിക്കും. ജോഷ് ഇപ്പോൾ പറഞ്ഞു പപ്പ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. ഹൃദ്യക്ക് എന്താ പറയാനുള്ളത്? എനിക്കും പപ്പ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഇപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ടെൻഷൻ കാണുമല്ലോ. പക്ഷെ പപ്പ ആ കാര്യത്തിൽ ഭയങ്കര കൂളായിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആവശ്യത്തിന് ഹാർഡ് വർക്കൊക്കെ ചെയ്യും, എന്നിട്ടും നമുക്ക് എന്തെങ്കിലും മാർക്ക് കുറയാണെങ്കിലും അങ്ങനെയൊക്കെയാണ് പപ്പ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടെങ്കിൽ പപ്പ തലയിൽ കൈ വെച്ചിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കും, എനിക്ക് അപ്പൻ്റെ അധികാരത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര സമാധാനം. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നിങ്ങളെയും കൂട്ടി പ്രീ മാരേജ് കോഴ്സിന് പോകും, ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളെ സ്റ്റേജിൽ ഇരുത്തും. അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്താ? അത് ശരിക്കും ഇതിന് മുമ്പ് ഞങ്ങൾ തിരിച്ചെന്നിട്ട് ഈ ഓരോ പ്രീ മാരേജ് കോഴ്സിന് പോയി കഴിയുമ്പോഴും അവിടെ ഇരിക്കുന്ന പലതരത്തിലുള്ള ഓഡിയൻസ് ആയിരിക്കും എല്ലാ തവണയും. അപ്പോൾ ഇവരെല്ലാ തവണയും എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ തവണ പോകുമ്പോഴും നമ്മൾ ആ ഓഡിയൻസിനെ കുറിച്ചിട്ടൊക്കെ കമൻറ്റ് പറഞ്ഞ്, എല്ലാവരും പലതരത്തിലുള്ളവരായിരിക്കുമല്ലോ, ചില തമാശനോട് റിയാക്ട് ചെയ്യുന്ന രീതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ തവണയും അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഒരു തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ പോവും, എന്നിട്ട് ഞങ്ങൾ 5 പേര് സ്റ്റേജിലിരിക്കും, ഞങ്ങളൊന്നും മിണ്ടുന്നില്ല, ഇവർ 2 പേരും അരമണിക്കൂർ സംസാരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇരിക്കണം സ്റ്റേജിൽ. അപ്പം ഞാനിങ്ങനെ പപ്പേനോട് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഇത് തന്നെ ഞങ്ങൾ ട്രോഫികൾ പോലെ എല്ലാവർക്കും കാണാനുള്ള പോലെ ഇങ്ങനെ ഞങ്ങൾ 5 പേര് പോയി ഇരിക്കണം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പോകുന്ന ഇഷ്ടമൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ചോദിക്കായിരുന്നു. അപ്പം പപ്പ ഞങ്ങളോട് പറഞ്ഞു, അടി നീ എനിക്ക് അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നു, അത് ശരിയല്ലേ പറഞ്ഞത്, ദൈവത്തിൻ്റെ സമ്മാനമാണല്ലോ മക്കൾ, അപ്പം നീ എനിക്ക് കിട്ടിയേക്കുന്ന ട്രോഫി തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഏറ്റവും മൂത്ത ട്രോഫി എന്ന് പപ്പ പറഞ്ഞത്. ഞാൻ ജീസസ് യൂത്തിൻ്റെ പല പ്രോഗ്രാമിലും സാറിൻ്റെ ക്ലാസ് കൂടിയിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് സാറിൻ്റെ വിശ്വാസവും അതുപോലെ ഭക്തിയും കണ്ടിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സാറിൻ്റെ പേരൻസിൽ നിന്നാണോ സാറിന് ഈ ഒരു വിശ്വാസവും ഈ ഒരു ഡീപ്പായിട്ടുള്ള വിശ്വാസവും ലഭിച്ചത്? സാറിൻ്റെ പേരൻസിൽ നിന്നാണോ? തീർച്ചയായിട്ടും പേരൻസിൽ നിന്നാണല്ലോ. ഞാൻ ഓർക്കുകയാണ്, ഒരു ഇൻ്റർവ്യൂവിൽ കമലഹാസനോട് ഇൻ്റർവ്യൂവർ ചോദിച്ചു, ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അന്ന് കമലഹാസൻ പറഞ്ഞൊരു ആൻസറുണ്ട്, അത് എൻ്റെ എൻ്റെ അമ്മയാണെന്ന്. അപ്പോൾ ഏതൊരാളെ സംബന്ധിച്ചും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന കുടുംബം തന്നെയാണ്, മാതാപിതാക്കന്മാരാണ്. പിന്നീട് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ അതിനെയൊക്കെ കുറേ കൂടെ ആഴപ്പെടുത്തുകയും വിപുലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള സത്യമാണ്. അപ്പം തീർച്ചയായിട്ടും അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എൻ്റെ അമ്മച്ചിയാണ് ശരിക്കും.
അപ്പോൾ ചാച്ചന് ഭക്തിയുണ്ടോ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അത് അത്രയൊരു എന്താ പറയുന്നത് പ്രകടനാത്മകമല്ല. ഉള്ളിലുണ്ട് എന്ന് നമുക്കറിയാം, അത് വളരെ സ്ട്രോങ് ആണെന്നും അറിയാം. പക്ഷെ ഒത്തിരി അതിനെക്കുറിച്ച് പറയുമോ അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അമ്മ അങ്ങനെ ആയിരുന്നില്ല, നേരെ തിരിച്ചാണ്. അമ്മ എപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച്. ഇപ്പം കുരിശയൊക്കെ വരയ്ക്കാനായിട്ട് ചെറുപ്പത്തിലിരുത്തുമ്പോൾ അമ്മ ഒരു വടിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം മുട്ടയെ കുത്തി നിൽക്കേണ്ട സമയത്തൊക്കെ നമ്മൾ മുട്ടയെ കുത്തി നിൽക്കണം, ഉറങ്ങാൻ പാടില്ല. അതുപോലെ വിശുദ്ധ കുർബാനയിലെ സമയത്ത് തന്നെ നേരത്തെ തന്നെ ഒരുങ്ങി പോകണം. അമ്മ വീട്ടിലങ്ങനെ സർവൻ്റോ അങ്ങനെ ഒന്നുമില്ല. നമ്മളൊരു സാധാരണ ഫാമിലിയാണ്, ഒത്തിരി കഷ്ടപ്പെട്ടാണ്. അപ്പൻ KSRTCയിൽ ഒരു എംപ്ലോയി ആയിരുന്നു, അമ്മ ഹൗസ് വൈഫാണ്. പക്ഷെ മക്കൾ എന്തുമാത്രം പഠിക്കണോ അത്രമാത്രം പഠിച്ചു വളരാനായിട്ട് അങ്ങനെ വലിയൊരാഗ്രഹം ഉള്ള മാതാപിതാക്കന്മാരെ എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്, ഞങ്ങളുടെ ഭാഗ്യമാണ്. അപ്പോൾ അതിനേക്കാൾ ഏറെ മാതാവിലുള്ള ഒരു വലിയ വിശ്വാസം എനിക്കൊന്ന് അമ്മയിൽ നിന്നാണ് കിട്ടിയത്. ഞാനൊരു സത്യത്തിൽ ഞാൻ പോട്ടയിൽ റിട്രീറ്റ് എൻ്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും അവസാനം കൂടുന്ന ഞാനാണ്. ആ സമയത്ത് പോട്ടയിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ നമുക്കറിയാം, കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടത്തിൽ. അപ്പം അതിനു മുമ്പേ തന്നെ പരിശുദ്ധ അമ്മയോട് മാതാവിനോടുള്ള ഭക്തി എനിക്ക് തോന്നുന്നത് അമ്മയ്ക്കുണ്ടായിരുന്ന ഭക്തിയാണ്. ഏതൊരു കാര്യത്തിനും അമ്മ ആശ്രയിച്ചിരുന്നത് എൻ്റെ വേളാങ്കണ്ണി മാതാവേ, എൻ്റെ മാതാവേ എന്നുള്ളൊരു വിളിയുണ്ട്. പറഞ്ഞോ അറിയാതെയൊക്കെ അത് നമ്മളിലും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിൻ്റെയും ആത്മീയ ഉണർവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ അനിയൻ ജോസ് കുര്യാക്കോസാണ്. അപ്പം തീർച്ചയായിട്ടും അമ്മയുടെ എന്താ പറയുന്നത് പ്രകടനപരമായിട്ടുള്ള ആ ഒരു വലിയൊരു വിശ്വാസം, പിന്നെ വലിയൊരു എന്താ പറയുന്ന ഒരു ബോധ്യമാണ്. ഇപ്പം ഞാൻ ഒരു ഇൻസിഡൻ്റ് അമ്മ ഓർക്കുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ വീട് പുതുക്കി പണിയുന്ന സമയത്ത്, അതിൻ്റെ 2ാം നില പണിയുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവിടെ പണിതുകൊണ്ടിരുന്ന ഒരു തൊഴിലാളി ഷോക്ക് അടിച്ചിട്ട് താഴത്തേക്ക് വീണു. അപ്പം അന്ന് നമ്മുടെ ഒരു ചെറിയ ഷെഡായിട്ടാണ് താമസിക്കുന്നത്, കാരണം അവിടെ തന്നെയാണ് ഈ വീട് പണിയുന്നത്. അപ്പോൾ എല്ലാവരും ഓർത്തു അദ്ദേഹം മരിച്ചു. കാരണം 2ാം നിലയിൽ നിന്ന് താഴെ വീഴുന്നു, 2 ഷോക്ക് അടിച്ചിട്ടാണ് താഴെ വീഴുന്നത്. എല്ലാവരും എടുത്തുകൊണ്ട് ഓടി. അമ്മ അന്നേരം ഞാൻ നോക്കുന്നത് അവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, അതിൽ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അമ്മയെ കൈവിടല്ലേ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഒരു 3/4 മണിക്കൂറിനകം ആ ചേട്ടൻ വളരെ ഈസി ആയിട്ട് നടന്ന് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ അത് പറയുക മാത്രമല്ല, അമ്മയുടെ ആ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നു, ഈശോ കേൾക്കുന്നു എന്ന് പല ഘട്ടങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? മക്കളെ ഓർത്ത് അമ്മയ്ക്ക് സന്തോഷമാണോ? സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർക്ക് കിട്ടിയ 4 പേരുടെ മക്കളെ ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വന്ന പിള്ളേരെ ഓർത്തും കൊച്ചു പിള്ളേരെ ഓർത്തും എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ചാച്ചനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന് ഈ അവാർഡ് കിട്ടിയപ്പോഴൊക്കെ ചാച്ചനും കൂടെ ഉണ്ടാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഓക്കെ. ഈ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം നേരത്തെ പറയുന്നത് കേട്ടു. അതെന്താണ് ഒരു സീക്രട്ട് കാര്യം? ഞാൻ പറയാമായിരിക്കുമല്ലോ. അത് ഇപ്പം അമ്മ പറഞ്ഞ പോലെ ഞങ്ങളുടെ ടേസ്റ്റുകളൊക്കെ ഏകദേശം സെയിമാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒരു വീട് പണിയുമ്പോൾ എങ്ങനെയായിരിക്കണം. ഇപ്പം ഞങ്ങൾക്ക് വീട് എവിടെയാണ് എന്നതിനെക്കുറിച്ച് പോലും ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ 1 വർഷം ഒരു സ്ഥലം അന്വേഷിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം ഒന്നെങ്കിൽ ഒരു പുഴയുടെ കരയിൽ അല്ലെങ്കിൽ ഒരു വയലിൻ്റെ കരയിൽ. അപ്പോൾ ഒരിക്കലും ഒരു ബ്രോക്കർ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം എന്നെ കൊണ്ട് കാണിച്ചു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം തിരിച്ചു വരുമ്പോൾ ഈ പ്ലോട്ട് ഇതൊരു നീണ്ട പ്ലോട്ടായിട്ട് ഇങ്ങനെ കിടക്കുവാണ്, ചെറിയ റബ്ബർ തൈകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് കിട്ടിയാൽ നല്ല പ്ലേസ് ആണല്ലോ, വയലും ഉണ്ടല്ലോ, ഞാൻ വേണം മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതൊന്നും കിട്ടിയാലോ സാറേ, അതൊരു സ്വിറ്റ്സർലൻഡിൽ മോളുള്ള ഒരാളുടെയാണ്, അപ്പോൾ അത് നോക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നൊരു തപസ് ധ്യാനമൊക്കെ കുടക്കച്ചിറയിൽ കൂടിക്കഴിഞ്ഞ് വന്ന ഒരു സമയത്ത് രാവിലെ ബ്രോക്കർ ഓടി വരിക, സാർ ഇന്നാൾ പറഞ്ഞൊരു സ്ഥലം അത് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് ഈ സ്ഥലം കിട്ടുന്നത്. പിന്നീടാണ് ഒരു വീട് പണിയുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ. ഈ ആലോചനകളൊക്കെ വെച്ചിട്ട് നമ്മളൊരു എൻജിനീയറോട് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. ഈ പ്ലാൻ ഉണ്ടാക്കിയപ്പം നമ്മളിത് വേറെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ ആദ്യമേ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ജോജി എന്ന് പറയുന്നൊരു സുഹൃത്താണ്, വലിയൊരു മരിയഭക്തനാണ്, വലിയൊരു ദൈവവിശ്വാസിയാണ്.
അപ്പോൾ ആ സുഹൃത്തുമായിട്ട് ഞാൻ ദീപ്തിക്ക് അറിയായിരിക്കും, അരുണാപുരത്തെ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്, അവിടെ പോയി ഈ കവർ കൊണ്ടുവച്ചു. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആഗ്രഹങ്ങളുള്ള രീതിയിൽ വരച്ചൊരു കാര്യമാണ്, ഇതെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് മതിയെങ്കിൽ അത് അമ്മയുടെ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് അങ്ങനെ എപ്പോഴും എന്താ പറയുന്ന ഒരു അമ്മയായിട്ടുള്ള ഒരു കണക്ഷൻ അതുണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെയുള്ള ചില കൃപകൾ സത്യത്തിൽ ഈ വീട് പണിയുടെ സമയത്തൊക്കെ ഇതൊക്കെ നമ്മുടെ അല്ല, കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരുന്ന കാര്യമാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ പരിശുദ്ധ അമ്മയോടുള്ളൊരു ഭക്തി നിങ്ങൾ പറഞ്ഞു. അപ്പം ആ ഒരു ഭക്തിയിലോട്ട് എങ്ങനെയാണ് കടന്നു വന്നത്? അല്ലെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു സ്നേഹവും പരിശുദ്ധ അമ്മയോട് ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു, അതെയോ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആ ഒരു സ്നേഹം? അത് ഞാൻ നേരത്തെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ശരിക്കും അതായിരിക്കാം അതിൻ്റെ ഒരു എന്താ പറയുക ബേസ് എന്ന് പറയുന്നത്. അമ്മച്ചിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഒരു വലിയ വിശ്വാസവും അമ്മച്ചിയുടെ ചില അനുഭവങ്ങളും അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം പറയാവുമെന്ന് എനിക്കറിയില്ല, ഈശോക്കാരും ഇഷ്ടം ആദ്യ സമയങ്ങളിൽ മുഴുവനും പരിശുദ്ധ അമ്മയോടായിരുന്നു. ശരിക്കും ഞാൻ എൻ്റെ കുഞ്ഞ് വിഷമങ്ങളൊക്കെ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയൊക്കെ വളരെ ഹാപ്പിയാണ്. പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞുനാളിലുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അപ്പം കുറച്ച് മദ്യപിക്കുന്ന ആളായിരുന്നു. അതൊരു വലിയ വേദനയായിരുന്നു ശരിക്കും. പക്ഷെ പിന്നീടത് കർത്താവ് അത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റി അങ്ങനെ ഒരു വലിയൊരു വിശുദ്ധീകരണം കുടുംബത്തിന് തന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കുഞ്ഞുനാളിൽ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ ഇരുന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് ഓക്കെയാണ്, പക്ഷെ അപ്പൻ്റെ ഒരു മദ്യപാനം അപ്പോൾ അതെല്ലാ മേഖലയിലും നമുക്കൊരു വിഷമമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അമ്മയോടൊരു പരിഭവം പറയും നമ്മൾ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ ഉത്തരം തരാത്തത്. അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴാണ് സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഞാൻ ആദ്യം വന്നപ്പോൾ ചെയ്തത് നമ്മുടെ ലാലമ്പള്ളിയിൽ നിത്യസായ മാതാവിൻ്റെ അടുത്ത് പോയി അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ 50 ഉദ്യോഗാർത്ഥികളാണുള്ളത്, 50 പേര്. അതിൽ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന ഒരാളുണ്ട്, PTA പ്രസിഡൻ്റിൻ്റെ ഒരു മോനുണ്ട്. ഇതൊക്കെയാണ് ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മുടെ ടെൻഷനൊക്കെ പോയി, എന്താ കിട്ടില്ല. അപ്പം നമ്മൾ വളരെ ഫ്രീ ആയി. അപ്പോൾ അതുകൊണ്ട് എന്തു പറ്റി, ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. കാരണം എനിക്കൊരു ടെൻഷനും ഇല്ല. കാരണം നമ്മളോട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഞാൻ ചടപടാന്ന് ആൻസർ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളോട് ഒരു ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞു. കളക്ടർക്ക് മുമ്പിൽ ഇരിപ്പുണ്ട്, ഡിയർ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. എന്താണെങ്കിലും ഇൻ്റർവ്യൂവിൽ ആ വന്നവരിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് മാതാവ് ഒരു അനുഗ്രഹം തന്നു. നമ്മുടെ ടെൻഷനൊക്കെ മാതാവ് എടുത്തു മാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. എന്തു പറയേണ്ടു, ആ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റായിട്ട് എനിക്ക് ജോലി കിട്ടി. അപ്പം അമ്മയോടൊരു കാര്യം നമ്മൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര ചെറിയ കാര്യമാണേലും വലിയ കാര്യമാണെങ്കിലും, ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ലോ, കുടുംബമായിട്ടിരിക്കുമ്പം പറയാൻ പറ്റിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അത് നമുക്ക് തരൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു റിലേഷൻഷിപ്പ് പരിശുദ്ധ അമ്മയായിട്ടുണ്ട്. അത് പിന്നീട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മയാണ് എന്നെ ഈശോയിൽ എത്തിക്കുന്നത് ശരിക്കും. അപ്പം അന്ന് കേരളത്തിൽ മുഴുവനും ഇങ്ങനെ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ സമയമാണ്. അപ്പം പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ധൈര്യമാണ്, ഭയങ്കര സ്നേഹമാണ്. പിന്നെ നമ്മൾ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിക്കുകയാണ്. ഇതെന്ത് സംഭവം എന്നിങ്ങനെ ഞാൻ കോളേജിലൊന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടുത്തെ ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ആ വെക്കേഷൻ സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്യുകയാണ് എന്താണേലും എനിക്ക് ഹോളി സ്പിരിറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ മുരിങ്ങൂർ ഡിവൈനിൽ ധ്യാനം കൂടാൻ പോകുന്നത്. അപ്പോൾ അവിടെയും ഓരോ ദിവസവും വചനം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്തും അവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്, ഒരു ഗ്രോട്ടൻ. അതിൻ്റെ മുമ്പിലിരുന്ന് ഞാനിങ്ങനെ റോസറി ധാരാളം ചൊല്ലുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ വാശി പിടിച്ചിട്ട് തന്നെ പറയും, എനിക്കൊരു ഹോളി സ്പിരിറ്റ് എക്സ്പീരിയൻസ് തരണം. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവർ പറയുന്നത് ഉറക്ക സ്തുതിക്കണമെന്ന് പറഞ്ഞാൽ ഉറക്ക സ്തുതിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ അവസാനം ഫ്രൈഡേയിൽ ആരാധനയുടെ സമയത്ത് അച്ഛന്മാർ നമ്മുടെ ബ്ലെസ് ചെയ്ത് കടന്നു പോകും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന രീതിയിൽ കയ്യിലൂടെ വന്ന് പിന്നെ ഒരു എന്താ പറയുന്നത് നമ്മുടെ നാവൊക്കെ അഴിയുന്ന രീതിയിൽ ഭാഷാപരം കിട്ടുന്ന രീതിയിൽ അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടായി.
പക്ഷേ അത് പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടർച്ചകൾ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അതുപോലെ കീപ്പപ്പ് ചെയ്യാനായിട്ടൊന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയും എന്താ പറയുന്നത്, ഈശോയോടുള്ള കൂടുതലൊരു സ്നേഹത്തിലേക്ക് നമ്മളെ അത് നയിച്ചു. കൂടുതൽ ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് അതെനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ കൈപിടിച്ച് നമ്മളെ ഈശോയിൽ എത്തിച്ചിരിക്കുന്നു. നമ്മൾ മതി സാറിനെയും കുടുംബത്തെ അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. നമ്മൾ ഇത്രയും നേരം അമ്മച്ചി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അടുത്തിടെയാണ് അമ്മച്ചിക്ക് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞത്. ആ ഓപ്പറേഷനെ കുറിച്ച് അമ്മച്ചി നമ്മളോട് സംസാരിക്കും. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആദ്യമേ ആർക്കും താല്പര്യമില്ലായിരുന്നു. പിള്ളേർക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, ഈ പ്രായമായി, ഇനി ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഈശോയോടും മാതാവിനോടും എല്ലാവരും ഡോക്ടർമാരൊക്കെ പറഞ്ഞതാണ്, അത് ഇത്രയും പ്രായമായില്ലേ, റിസ്ക്കാണ്. പിന്നെ ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ച് അതിന് ഒരുങ്ങിപ്പോയി. ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ കുറച്ച് വേദനയുണ്ട്. അത് കാരണം ഞാൻ പോകട്ടെ. അമ്മ പറഞ്ഞത് ശരിയാണ് ദീപ്തി. കാരണം ഈ കുടുംബത്തിലെ മാതാവ് വഴി കിട്ടിയ മറ്റൊരു അനുഗ്രഹമാണത്. കാരണം ഞങ്ങൾക്കും ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഇത് ലംബാറും അതുപോലെ സെർവീക്കലും ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് അത് അത്ര അങ്ങോട്ട് താല്പര്യപ്പെട്ടില്ല. പക്ഷേ അമ്മയുടെ ഒരു ഡിസിഷനായിരുന്നു ഫൈനൽ. അപ്പം അമ്മ ശരിക്കും മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് തന്നെ ഒരു ഡിസിഷൻ എടുത്തതാണ്. പക്ഷേ അതൊരു വലിയ ദൈവാനുഗ്രഹമായി മാറി. അല്ലെങ്കിൽ അമ്മയുടെ മൊബിലിറ്റിയൊക്കെ വളരെ ബുദ്ധിമുട്ടായേനെ. ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാതാവിനോടുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞു. ഈ കുടുംബത്തിൽ മാതാവ് എത്രത്തോളം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ചോ അനുഗ്രഹങ്ങളെക്കുറിച്ചോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോരുത്തരും പറഞ്ഞിരുന്നു. അതിൽ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തി നമുക്ക് നമ്മളുടെ കുടുംബത്തെ പോലും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ എന്തെങ്കിലും അനുഭവമോ എന്തെങ്കിലും കുഞ്ഞനുഗ്രഹമോ ആരാ പറയുന്നത്? പപ്പയുടെയും അമ്മയുടെയും മാതാവിലുള്ള ഒരു വിശ്വാസവും ഭക്തിയും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അമ്മ കുഞ്ഞിതായിരുന്നപ്പോൾ ഞങ്ങളൊരു പ്രാർത്ഥന ഇങ്ങനെ മാതാവിനെ പഠിപ്പിക്കായിരുന്നു. എൻ്റെ മാതാവെ നിൻ്റെ നീലക്കാപ്പിക്കുള്ളിൽ ഞങ്ങളെ കാത്തോണ്ടേ. അപ്പം അത് എപ്പോൾ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഇത് പ്രാർത്ഥിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാറുള്ളായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ വരുമ്പം നമുക്കത് ശീലമാവും ആ പ്രാർത്ഥന. പിന്നെ നമ്മൾ അത് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു തന്നില്ലെങ്കിലും ഞങ്ങളത് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാറുള്ളായിരുന്നുള്ളൂ. ഇപ്പോഴും അത് രാത്രി കിടക്കുമ്പം ഇന്നലെയും കൂടെ ഞാനത് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കിടന്നത്. അതുപോലെ പപ്പയും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് വണക്കമാസത്തിന് പോകുന്നത്. അപ്പോൾ ആ ഒരു 31 ദിവസം ഞങ്ങൾ എല്ലാവരും 5 പേരും പപ്പയും അമ്മയും വരാൻ പറ്റുന്ന ദിവസം ആണെന്നുണ്ടെങ്കിൽ അവരും കൂടെ ആയിട്ട് ഞങ്ങൾ നടന്നടുത്ത് ഇവിടെ കുരിശുപള്ളിയുണ്ട്, എല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നതോ ഞങ്ങൾ. അതുപോലെ മിന്നു നന്നായിട്ട് പാടും. അപ്പം അവൾ അവിടുത്തെ മാതാവിൻ്റെ പാട്ടൊക്കെ ഏറ്റവും അവസാനം പാടുന്നു. അപ്പോൾ ഈ 31 ദിവസത്തേനും ഓരോ ദിവസവും അവൾ ഓരോ ഡിഫറെൻറ്റ് പാട്ട് മാതാവിൻ്റെ പഠിച്ച് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഏതൊക്കെ രീതിയിലാണെങ്കിലും മാതാവിൻ്റെ ഒരു സാന്നിധ്യം എല്ലാ കാര്യം ചെയ്യുമ്പം ഞങ്ങൾ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. കാരണം പപ്പയ്ക്കും അമ്മയ്ക്കും ഉള്ള ഒരു ആത്മീയമായിട്ടുള്ള വിശ്വാസം തന്നെയാണ്. സാറിന് ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചെറിയ അനുഭവങ്ങളോ? അമ്മ ഏതൊരു കുടുംബത്തിലും ഏതൊരു വ്യക്തിയിലും അമ്മയില്ലാതെ ഒരു ദൈവവിശ്വാസമുണ്ടോ? ശരിക്കും അമ്മ യെസ് ലോഡ് എന്ന് വിനയത്തോടുകൂടി അല്ലേ പറഞ്ഞതുകൊണ്ടാണ് ഈശോ രക്ഷകനായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പം സഹരക്ഷക എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥാനമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്കുള്ളത്. വാഗ്ദാനത്തിൻ്റെ പേടകമാണ് അമ്മ. ഒരു വലിയൊരു ധ്യാന വിഷയമാണ് ശരിക്കും. ഈശോയുടെ ജീവിതകാലം മുഴുവനും അല്ലേ ഒരു സാന്ദ്ര മൗനമായി അമ്മ കൂടെ ഉണ്ടായിരുന്നു. അത് അങ്ങോളം കുരിശിൻ ചുവട് വരെയും അമ്മയുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. അമ്മയുടെ മിഴികളിലൂടെയാണ് ഈശോയുടെ ജീവിതം മുന്നോട്ട് പോയതെന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റും. അവിടെ കൊണ്ടും തീർന്നു ഇല്ല. അമ്മയെ വലിയൊരു ഭാരം ഏൽപ്പിച്ചിട്ടാണ് ഈശോ പോയത്. ഇങ്ങനെ ഭയചകിതരായിരുന്ന ശിഷ്യന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അല്ലേ ഒരു പ്രാർത്ഥനാലയം അമ്മ തീർത്തു എന്നുള്ളതാണ്. അവിടേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, സഭയുടെ തുടക്കം അതാണ് പെന്തക്കോസ്ത എന്ന് പറയുന്നത്. ഇന്നും അമ്മയുടെ വലിയൊരു സാന്നിധ്യം തുടരുകയും അതുകൊണ്ടാണ് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ അല്ലേ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് വിശുദ്ധ കുർബാനയും ഒന്ന് ജപമാലയുമാണ് പറയുന്നത്. ലോകത്തെ രക്ഷിക്കാനായിട്ട് അന്നും ഇന്നും മുന്നോട്ടും ഇത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അമ്മയില്ലാതെ ഒരു മനുഷ്യ ജീവിതമില്ല.
അമ്മയില്ലാതെ ഒരു കുടുംബജീവിതമില്ല, അമ്മയില്ലാത്തൊരു ലോകമില്ല. പരിശുദ്ധ അമ്മയിലൂടെ ഇതൾ വിടരുന്ന ഒരു സ്വർഗീയ അനുഭവത്തിലാകണം നമ്മുടെ കുടുംബങ്ങളല്ല, നമ്മുടെ വ്യക്തി ജീവിതങ്ങളല്ല. അപ്പോൾ അതൊരു സുന്ദരമായിരിക്കും, സ്വരഫലമായിരിക്കും. മനോഹരമായ ദിവസം, മനോഹരമായ കുടുംബത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ അറിഞ്ഞതും കണ്ടതും എല്ലാം. ഇവരുടെ അനുഭവങ്ങളാണ് ഇവരുടെ സാക്ഷ്യങ്ങൾ. ഈ സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ ഇവർക്ക് സാന്ത്വനമാകുന്നു. എന്നും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ എന്നും സംരക്ഷണമായിട്ട് ഇവരുടെ കൂടെ ഉണ്ടാവട്ടെ.